സത്യം പറയുമ്പോ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. അവർക്കാർക്കും നിങ്ങൾ ഇനി ആവശ്യമില്ല. ആ, പണ്ടേ ആവശ്യമില്ല. അധികാരം ഭാവിച്ച് നടക്കുന്ന ഒരു വേലക്കാരി എന്ന അവര് നിങ്ങളെ കളിയാക്കി വിളിച്ചോണ്ടിരുന്നത്. ആ, അല്ലാതെ നിങ്ങളും കേട്ട് കാണും. സത്യത്തില് എനിക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോ വിഷമമുണ്ട്. പക്ഷേ നേരായി തന്നെ പറയാതിരിക്കാൻ ഒക്കൂ? എന്തിനാ മീനാക്ഷി എന്റെ ഹൃദയത്തിന് ഇങ്ങനെ കുത്തി നോവിക്കുന്ന? അയ്യോ, ഞാൻ കുത്തി നോവിച്ചതൊന്നും അല്ല. ഉള്ള സത്യം വിളിച്ചു പറഞ്ഞതാ. നിങ്ങൾക്ക് യാതൊരു റോളും ഇല്ലാത്തൊരു വീടായിരുന്നു ഇത്. നിങ്ങൾക്കൊരു റോളും ഇല്ലാത്ത സ്ഥലത്ത് എനിക്കെവിടെ റോള്? ഞാൻ വിക്രമാദിത്യന്റെ പിറകെ നടക്കുന്ന വേതാളം പോലെയല്ലേ? അല്ല, നിങ്ങൾ എന്തിനാ എന്നെ ഏറ്റെടുത്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? യാതൊരു അധികാരവും ഇല്ലാത്ത സ്ഥലത്തേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുവന്നത് ബുദ്ധിമോശമായിപ്പോയി. എന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് കാരണം ദേ നിങ്ങളും ഇപ്പൊ പെരുവഴിയിലായില്ലേ? ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? കസ്റ്റോഡിയനായി വന്നിരിക്കുന്നു ഒരു രക്ഷകർത്താവ്. രക്ഷകർത്താവിന് തന്നെ രക്ഷയില്ല. കേറിക്കിടക്കാൻ കണ്ടവരുടെ അനുവാദം വേണം. കഷ്ടം. ഇനി കസ്റ്റഡിയിൽ വാങ്ങി എന്നെ എന്ത് ചെയ്യും? എവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കും? അതൊന്നും തൽക്കാലം നീ അറിയണ്ട. എന്റെ കൂടെ വന്നാ മതി. എങ്ങനെ 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 എന്റെ കൂടെ വന്നാ മതിന്ന്? അതൊന്നും പറ്റില്ല. ഇനി ഇതുപോലെ വല്ലവരുടെ വീട്ടിൽ പോയി താമസിച്ച് അവരുടെ കാട്ടും തുപ്പും കേൾക്കാനൊന്നും എന്നെ കിട്ടില്ല. അതെ, എവിടേക്കാ എന്നെ കൊണ്ടുപോകുന്നെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയണം. അതറിയാതെ ഒരടി ഞാൻ മുന്നോട്ട് വെക്കില്ല. പറ, എങ്ങോട്ടാ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? അത് ബബ്ബാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എവിടേക്കാ പോകുന്നതെന്ന് കൃത്യമായിട്ട് എനിക്കറിയണം. ഇതിനുത്തരം പറയാനില്ലേ? ഇല്ല. എന്നാലേ എനിക്ക് കാളച്ചന്തകളിൽ അലയാനും കടത്തണ്ടകളിൽ ഉറങ്ങാനും തീരെ സൗകര്യമില്ല. ഞാൻ എന്റെ പാട്ടിന് പൊക്കോളാം. മീനാക്ഷി, ദേ എന്റെ പിറകെ വന്നേക്കരുത്. ഇത്രയും നാള് നിങ്ങൾ എന്നെ പൊന്നുപോലെ നോക്കിയതെന്ന് ഞാൻ കോടതിയിൽ പറഞ്ഞോളാം. നന്ദി, ഞാൻ പോവാ. ഗുഡ് ബൈ. മീനാക്ഷി, 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 നിക്ക്. ദേ എന്റെ പിറകെ വരരുതെന്ന് ഞാൻ നിങ്ങളോട് മര്യാദയ്ക്ക് പറഞ്ഞതാ. മീനാക്ഷി, നീ പോരുത്. 6 മാസം നിന്നെ നോക്കിക്കൊള്ളാന്ന് നിന്റെ അച്ഛന് ഞാൻ ഉറപ്പ് കൊടുത്തതാ. ആ ഉറപ്പും കുറുപ്പിന്റെ ഉറപ്പും ഇപ്പൊ ഒരുപോലെ ആയില്ലേ? മീനാക്ഷി, നീ എന്റെ കൂടെ വന്നേ പറ്റൂ. ഞാൻ വരില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. മീനാക്ഷി, ഞാൻ പറയുന്നത്. ഇതൊരു ശല്യമായല്ലോ. ദേ എന്റെ പിറകെ വന്നാലുണ്ടല്ലോ. വേഗം വിട്ടോ. മീനാക്ഷി,